അപ്പോൾ എനിക്കിന്ന് പണി മാനന്തവാടി കേട്ടോ. അതായത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാനന്തവാടിയിലോട്ട് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. കണ്ടോ മഞ്ഞൊക്കെ കണ്ടോ, അത് ഭയങ്കര നല്ല തണുപ്പത്താണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ കേട്ടോ, ബസ് സ്റ്റോപ്പിലൊന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല. അതെ കണ്ടില്ലേ, ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോഴും ബസ് സ്റ്റോപ്പിലുള്ളത്. അങ്ങനെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ 6:40 ആകുമ്പോൾ കേട്ടോ, 6:40 എനിക്ക് പടിഞ്ഞാറത്തറയിൽ നിന്ന് മാനന്തവാടി പോകുന്നൊരു ബസ് കിട്ടി. അങ്ങനെ മാനന്തവാടിയിൽ എത്തിയിട്ടോ. കണ്ട, മാനന്തവാടിയിൽ എത്തിയപ്പോഴും തണുപ്പിന് യാതൊരു കുറവുമില്ല. കണ്ട, ബസ്സിൻ്റെ മുകളിലൊക്കെ കാണുന്നുണ്ട് നല്ല മഞ്ഞാണ്. അതുപോലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയോണ്ട് രാവിലെ തന്നെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 വെള്ളപ്പം, ഒരു കടലക്കറി, ഒരു ചായയും ഞാൻ കഴിച്ചിട്ടാണ് അതായത് വർക്കിന് പോകുന്നത്. അതുപോലെ ഇന്ന് പണിക്ക് അനിയനും കൂടെ ഉണ്ട് കേട്ടോ. അതുപോലെ അനിയൻ എന്നെ മാനന്തവാടി കാത്തിരിപ്പായിരുന്നു. അപ്പോൾ അനിയനും വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ പണിക്ക് പോകും. അങ്ങനെ പണിസ്ഥലത്ത് എത്തി ഞാൻ ഡ്രസ്സൊക്കെ മാറി കേട്ടോ. പണിക്ക് ഇടുന്ന ഡ്രസ്സൊക്കെ മാറ്റി അതെ ഈ കാണുന്ന സ്ഥലത്താട്ടോ എനിക്കിന്ന് പണി. അതായത് ഇതൊരു പാർക്കാണ്. അതായത് കബനി പാർക്ക് എന്ന് പറഞ്ഞിട്ട് മാനന്തവാടിയിൽ പുതുതായി വരാൻ പോകുന്നൊരു പാർക്കാണ്. അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഈ പാർക്കിൻ്റെ സൈഡിലുള്ള പടവാട്ടോ ഒന്ന് ഞങ്ങൾക്ക് പണി. അതായത് ഇങ്ങനെ കെട്ടുപണിയാണ് ഇന്നുള്ളത്. അതുപോലെ എനിക്കിന്ന് കല്ലേറ്റലാട്ടോ. ഈ കെട്ടുപണിക്കാർക്ക് കല്ലെത്തിച്ചു കൊടുക്കലാണ് ഇന്ന് എൻ്റെ വർക്ക്. അങ്ങനെ വരാനിരിക്കുന്ന ഈ ഒരു പാർക്കിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇതിന് 3 വശത്തും പുഴയാണ്. ഒരു സൈഡിൽ മാത്രമേ കരയുള്ളൂ, 3 സൈഡിലും പുഴയാണ്. അതുപോലെ 10 മണിക്ക് കിട്ടിയത് അതായത് പൊറോട്ടയും അതുപോലെ അയിലക്കറി ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ല, അയിലക്കറി കുഴപ്പമൊന്നുമില്ല. പൊറോട്ട അയിലക്കറി ആയിരുന്നു ഇന്ന് 10 മണിക്ക് കിട്ടിയത്. പാർക്കിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുറേ കുളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ കുളത്തിലൊക്കെ ഒരുപാട് മീനുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് ചാനലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞ് മീൻ പിടിക്കണമെങ്കിൽ ഇവിടെ വന്ന് മീൻ പിടിച്ചേക്ക്, വീഡിയോ ഒക്കെ എടുക്കാം, ഇതിലൊരുപാട് മീനുണ്ട്, സിലോപ്പി അതുപോലെ ഗൗര, കുറേ മീനിൻ്റെ പേര് പറഞ്ഞു കേട്ടോ. ഇതൊക്കെ അവർ വളർത്തുന്നുണ്ട്, നല്ല ആഴമുണ്ട് കേട്ടോ. ഞങ്ങൾ മാത്രമൊന്നുമല്ല കേട്ടോ, അവിടെ വേറെയും കുറേ പണിക്കാരുണ്ട്. അതായത് ഈ ചെടി പിടിപ്പിക്കുന്നവർ, അതുപോലെ ഈ നടക്കുന്ന ഏരിയയൊക്കെ കട്ട പിടിപ്പിക്കുന്നവർ, അങ്ങനെ ഒരുപാട് പണിക്കാർ വേറെ ഉണ്ട് ആ ഒരു പാർക്കിൽ. ഞങ്ങൾ മാത്രമൊന്നുമല്ല. അതുപോലെ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിക്ക് വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇനി വീട്ടിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.